ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തും കൊടുക്കണം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറിയുടെ പേരെന്താണ്? എ ഫ്രണ്ട് ലൈക്ക് സൈമൺ. സൈമനെ പോലെ ഒരു ഫ്രണ്ട്. ഓക്കെ, എ ഫ്രണ്ട് ലൈക്ക് സൈമൺ എന്ന് പറയുന്ന സ്റ്റോറിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ചാപ്റ്റർ തുടങ്ങുന്നതിൻ്റെ മുന്നേ നമുക്കൊരു നോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആരാണ് എഴുതിയത് ഫസ്റ്റ് നമുക്ക് നോക്കാം. നോട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? ഇൻ എ സ്കൂൾ മെനി ചിൽഡ്രൻ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മിങ്കിൾ വിത്ത് ചൈൽഡ് ഹു ഇസ് എ ലിറ്റിൽ ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. ഹിയർ ഇസ് എ സ്റ്റോറി ഓഫ് സച്ച് എ ചൈൽഡ്. അപ്പം എന്താണ് ഈ നോട്ടിൽ കൊടുത്തിരിക്കുന്നത്? ഇപ്പം നമ്മളിപ്പോൾ ഒരു സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 1% കുട്ടികൾ എന്തായിരിക്കും? അവർ ഒരു ഡിഫറെൻ്റ് ആയിരിക്കും, ഡിഫറെൻ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നോർമൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ കുട്ടികൾ ബിഹേവ് ചെയ്യുന്ന രീതിയിൽ അല്ലാതെ എന്താണ് അവർക്ക് ബിഹേവിയറലിൽ വ്യത്യാസം കാണിക്കും. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ എന്താ പറയുക, എല്ലാ കുട്ടികളും ഒരുമിച്ച് കളിക്കുന്ന കൂട്ടത്തിൽ കൂടാതെ ഒറ്റയ്ക്ക് നിൽക്കും. ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് അങ്ങനത്തെ കുട്ടികളെയാണ്. അപ്പം ഇൻട്രോവേർട്ട് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊന്നും ചിലപ്പം ഫ്രണ്ട്സിനോട് തുറന്നു പറയില്ല, അങ്ങനത്തെ ആയിരിക്കും. ചിലരെന്ന് പറഞ്ഞാൽ എന്താണ്, ഭയങ്കര സ്ലോ ലേണേഴ്സ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ഒരു സ്പെഷ്യൽ ഹെൽപ്പോ സ്പെഷ്യൽ അറ്റൻഷനോ അവർക്ക് ആവശ്യമായിട്ട് വരും. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു ചൈൽഡിന്റെ കഥയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ കഥയുടെ പേരെന്താണ്? എ ഫ്രണ്ട് ലൈക്ക് സൈമൺ. ഓക്കെ, ആരാണ് എഴുതിയിരിക്കുന്നത്? ഗെയ്റ്റ് ഗെയ്നർ ആണ്. ഓക്കെ, കേറ്റ് ഗെയ്നർ. ഓക്കെ, അപ്പം കേറ്റ് ഗെയ്നറിന്റെ ഇമ്പോർട്ടൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അയാൾ ഒരു ഓത്തറാണ്, എഴുത്തുകാരനാണ്. അയാൾ ഏത് ബുക്സിലാണ് പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക? ചിൽഡ്രൻസ് ബുക്ക് വിച്ച് അഡ്രസ്സസ് ദ ഇഷ്യൂ ഓഫ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സ്. അപ്പം എന്താണ്, കുറച്ച് കുട്ടികൾക്ക് അല്ലെങ്കിൽ 1% അല്ലെങ്കിൽ 2% കുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എഡ്യൂക്കേഷനിൽ അവർക്ക് എന്താ പറയുക, സ്പെഷ്യൽ അറ്റൻഷൻ, അവർ സ്ലോ ലേണേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് അവർക്കൊരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ട ആവശ്യമായിട്ട് വരും. അങ്ങനത്തെ രീതിയിലുള്ള ബുക്സ് ഒക്കെയാണ് ബുക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെയാണ് ഈ കേറ്റ് ഗെയ്നർ എന്ന് പറയുന്ന ഓത്തർ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ പ്രോബ്ലം. അപ്പം അവരുടെ ഹെൽത്ത്, ഓക്കെ, ഈ സ്പെഷ്യൽ നീഡ്സ് വേണ്ട കുട്ടികളുടെ ആരോഗ്യം, അതേപോലെ സോഷ്യൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവർക്ക് എന്താണ് ഇപ്പൊ സോഷ്യലായിട്ട് നമ്മളിപ്പം കളിക്കുന്ന സമയത്ത് സോഷ്യലാണ് എന്ന് പറഞ്ഞാൽ എല്ലാ കൂട്ടുകാരും ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, സോഷ്യൽ പ്ലാറ്റ്ഫോംസ് വരും, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് കൂടുന്നത്. ഓക്കെ, അങ്ങനെ പബ്ലിക് ആക്ടിവിറ്റീസിലൊക്കെ ഇവർ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കാറുണ്ട്. അപ്പം അവരുടെ ബിഹേവിയർ ഒക്കെ ഫോക്കസ് ചെയ്തിട്ടൊക്കെയാണ് ഈ ഓഥർ എഴുതുന്നത്. ഷീ ഹാസ് പബ്ലിഷ്ഡ് സെവറൽ കളക്ഷൻസ് ഓഫ് സ്റ്റോറീസ് ഇൻക്ലൂഡിംഗ് എ ഫ്രണ്ട് ലൈക്ക് സൈമൺ, ജോ സ്പെഷ്യൽ സ്റ്റോറി ആൻഡ് എ ബർത്ത്ഡേ ഫോർ ബെൻ. ഈ പറയുന്ന സ്റ്റോറീസ് ഒക്കെ ഇവരുടെ കൃതിയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ സ്റ്റോറിയിലേക്ക് കിടക്കാം. Hey, my name is Matthew and I would like to tell you a story about a friend of mine. Okay, his name is Simon. Simon joined my school last year and I remember his first day very well. When I arrived at the door of my classroom, Simon's mum gave me a big smile. It's nice to meet you, Matthew, she said. Simon, would you like to say hello to Matthew? She asked, but Simon just turned away and looked at the ground. Okay, അപ്പം ഓഥർ എന്താണ്, സ്പെഷ്യൽ നീഡ്സ് ഉള്ള സ്റ്റുഡൻസിനെ പറ്റിയിട്ടുള്ള കഥയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം ഈ സ്റ്റോറിയിലും ഇതേപോലെ എന്താണ് സ്പെഷ്യൽ അറ്റൻഷൻ വേണ്ട ഒരു കുട്ടീൻ്റെ കഥയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഹേ, മൈ നെയിം ഇസ് മാത്യു. ഇപ്പം എന്താണ്, ഹായ്, എൻ്റെ പേര് മാത്യു ആണെന്ന് ഈ കുട്ടി പറയാണ്. ഓക്കെ, ഈ കുട്ടിയാണ് പറയണത്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു എ സ്റ്റോറി അബൌട്ട് എ ഫ്രണ്ട് ഓഫ് മൈൻ. അപ്പം എന്താണ്, മാത്യുവിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ചൈൽഡിൻ്റെ സ്റ്റോറിയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടതെന്ന് മാത്യു പറയാണ്. ഹിസ് നെയിം ഇസ് സൈമൺ. ഓക്കെ, എന്താണ് മാത്യുവിൻ്റെ ഫ്രണ്ടിൻ്റെ പേരെന്താണ്? സൈമൺ ആണ്. Simon joined my school last year and I remember his first day very well. Okay, Simon join ചെയ്തു എന്താണ്,
സൈമൺ ജോയിൻ മൈ സ്കൂൾ ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം സൈമൺ എൻ്റെ സ്കൂളിൽ ജോയിൻ ചെയ്തു. ഐ റിമെമ്പർ ഹിസ് ഫസ്റ്റ് ഡേ വെരി വെൽ എന്നാണ്. അപ്പം മാത്യു പറയാണ് അവൻ ലാസ്റ്റ് ഇയർ ആണ്, കഴിഞ്ഞ വർഷമാണ് അവൻ സ്കൂളിൽ ജോയിൻ ചെയ്ത്, പക്ഷെ അവൻ്റെ ഫസ്റ്റ് ഡേ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ടെന്ന് മാത്യു പറയാണ്. ഓക്കെ. വെൻ ഐ അറൈവ്ഡ് അറ്റ് ദ ഡോർ ഓഫ് മൈ ക്ലാസ് റൂം. അപ്പം ഇവിടെ ഐ എന്ന് ഉദ്ദേശിക്കുന്നത് മാത്യു ആണ്. മാത്യു അവൻ്റെ ക്ലാസ് റൂമിൻ്റെ ഡോറിൻ്റെ അവിടെ വന്നപ്പോൾ സൈമൺസ് മം ഗേവ് മീ എ ബിഗ് സ്മൈൽ. അപ്പം എന്താണ്, ഡോറിൻ്റെ അവിടെ വന്നപ്പം സൈമണും സൈമൻ്റെ അമ്മയും ആ ഡോറിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്, അതാണ് പറയുന്നത്. അപ്പം സൈമൻ്റെ മമ്മ, ഓക്കെ, മം എന്ന് പറഞ്ഞാൽ അമ്മ, ഗേവ് മീ എ ബിഗ് സ്മൈൽ, നന്നായിട്ട് അവനോട് ചിരിച്ചു. ഇറ്റ്സ് നൈസ് ടു മീറ്റ് യു മാത്യു. അപ്പം സൈമൻ്റെ അമ്മ മാത്യുവിനോട് പറയാണ് ഇറ്റ്സ് നൈസ് ടു മീറ്റ് യു, താങ്കളെ കണ്ടതിൽ സന്തോഷമുണ്ടെന്ന് സൈമൻ്റെ അമ്മ മാത്യുവിനോട് പറയാണ്. ഓക്കെ. ഷീ സെഡ് സൈമൺ വുഡ് ലൈക്ക് ടു സേ ഹലോ ടു മാത്യു. അപ്പം സൈമൺ, അപ്പം മാത്യു, 1 മിനിറ്റ്, സൈമൻ്റെ അമ്മ സൈമണിനോട് ചോദിക്കുകയാണ് വുഡ് യു ലൈക്ക് ടു സേ ഹലോ ടു മാത്യു. അപ്പം സൈമൻ്റെ അമ്മ സൈമനോട് ചോദിക്കുകയാണ് നിനക്ക് മാത്യുവിനോട് ഹലോ പറയണോ എന്ന് ചോദിക്കുകയാണ്. ബട്ട് സൈമൺ ജസ്റ്റ് ടേൺഡ് അവേ ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ ഗ്രൗണ്ട്. ഓക്കെ. അപ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, സൈമൻ്റെ അമ്മ ചോദിക്കുകയാണ് സൈമ നിനക്ക് എന്താണ് മാത്യുവിനോട് ഹലോ പറയണ്ടേ എന്ന് ചോദിക്കുമ്പോൾ സൈമൺ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഹെസിറ്റേറ്റ് ചെയ്തിട്ട് മാത്യുവിൻ്റെ മുഖത്ത് നോക്കാതെ ഗ്രൗണ്ടിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ. അപ്പം നോർമൽ ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, സൈമൺ പറയും ഹായ് മാത്യു എന്ന് പറയും. പക്ഷെ ഇവിടെ എന്താണ്, സൈമൺ റെസ്പോണ്ട് ചെയ്തില്ല. അമ്മേനോട് അമ്മ പറഞ്ഞൊരു കാര്യം റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തില്ല, മാത്യുവിനോട് ഹായ് പറയുകയും ചെയ്തില്ല. അപ്പം സൈമൻ്റെ ബിഹേവിയറിൽ ഒരു ഡിഫറൻസ് നമുക്കിവിടെ കാണാം. ഓക്കെ. അപ്പം നമുക്ക് അടുത്ത പോർഷൻ നോക്കാം. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഡിഡ് സൈമൺസ് മം ആസ്ക് ഹിം ടു ഡു. സൈമൻ്റെ അമ്മ സൈമണിനോട് എന്താണ് ചെയ്യാൻ ചോദിച്ചത്, എന്താണ് ചോദിച്ചത്. സൈമൺസ് മം ആസ്ക്ഡ് സൈമൺ വുഡ് യു ലൈക്ക് ടു സേ ഹലോ ടു മാത്യു. എന്താണ്, നിനക്ക് മാത്യുവിനോട് ഹലോ പറയാൻ താല്പര്യമുണ്ടോ എന്ന് സൈമൻ്റെ മമ്മ സൈമണോട് ചോദിച്ചു. ഹൗ ഡിഡ് സൈമൺ റിയാക്ട് ടു മദേഴ്സ് റിക്വസ്റ്റ്. ഓക്കെ. അമ്മയുടെ ഈ ചോദ്യത്തിന് എങ്ങനെയാണ് സൈമൺ റെസ്പോണ്ട് ചെയ്തത്. അവൻ ഹായ് പറയാൻ താല്പര്യമില്ല എന്ന രീതിയിൽ എന്ത് ചെയ്തു, അവൻ തറയിലേക്ക് നോക്കി നിന്നു. ഓക്കെ. മാത്യുവിനെ നോക്കി ഒരു ഹായ് പറയാതെ തറയിലേക്ക് നോക്കി നിന്നു. അപ്പൊ എന്താണ് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് എഴുതുക, സൈമൺ ജസ്റ്റ് ടേൺഡ് അവേ ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ ഗ്രൗണ്ട്. ഓക്കെ. നമുക്ക് അടുത്ത സെക്ഷനിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. Our teacher told us that Simon would be joining our class that year. He would take part in most of our lessons, but sometimes he would get help with his work from a special teacher too. I thought Simon would like our school a lot. It is really a great school. Apart from just one thing, a girl called Hetty, or Horrible Hetty, as I like to call her. Hetty was always pushing her way to the front of the queue at lunch. I'm next, she says. She didn't say when it was someone else's turn, and then she would make a horrible mean face. Okay. അപ്പോൾ അടുത്ത എന്താണ് സംഭവിക്കുന്നത്, our teacher told us that Simon would be joining our class that year. അപ്പം എന്താണ്, കഴിഞ്ഞ വർഷമാണ് സൈമൺ ജോയിൻ ചെയ്തത്. അപ്പം ടീച്ചർ ആ സമയത്ത് പറഞ്ഞു നമ്മുടെ ക്ലാസ്സിലേക്ക് ഒരു പുതിയ സ്റ്റുഡൻറ് വരുന്നുണ്ട്, ആ സ്റ്റുഡൻറ്റിൻ്റെ പേരാണ് സൈമൺ. ഓക്കെ എന്ന് ടീച്ചർ ബാക്കി എല്ലാവരോടും സൈമണിനെ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഹി വുഡ് ടേക്ക് പാർട്ട് ഇൻ മോസ്റ്റ് ഓഫ് അവർ ലെസൺസ്. ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താ, ലെസൺസ് ഒക്കെ എടുക്കുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ ടൈം സൈമൺ നമ്മുടെ കൂടെ ഉണ്ടാകും, നമ്മുടെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യും. But sometimes he would get help with his work from a special teacher too. അപ്പോൾ എന്താണ്, ടീച്ചർ പറയാണ് എന്താണ്, ചില സമയത്ത് സൈമണിന് ഹെൽപ്പിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടീച്ചർ അവനെ ഹെൽപ്പ് ചെയ്യുമെന്ന് ക്ലാസ്സിലെ കുട്ടികളോട് എല്ലാവരോടും പറയുകയാണ്. അപ്പോൾ ഓൾറെഡി ഇവരുടെ ക്ലാസ് ടീച്ചർ സൈമണിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ ഈ ക്ലാസ്സിലുള്ള എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. സൈമൺ എന്ന് പറയുന്ന കുട്ടി നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്യും, അതേപോലെ സൈമണിന് എന്താണ്
കൂടുതൽ ക്ലാസ് നമ്മുടെ കൂടി ഇരിക്കുമെങ്കിലും എന്തെങ്കിലും സ്പെഷ്യൽ ആവശ്യമുണ്ടെങ്കിൽ അവനൊരു സ്പെഷ്യൽ ടീച്ചർ ഹെൽപ്പ് ചെയ്യുന്നതും കൂടെ ടീച്ചർ പറഞ്ഞു വെക്കുകയാണ്. ഓക്കെ, ഐ തോട്ട് സൈമൺ വുഡ് ലൈക്ക് അവർ സ്കൂൾ എ ലോട്ട്. അപ്പൊ മാത്യു, ഐ എന്ന് പറയുന്ന മാത്യു ആണ്. അപ്പൊ മാത്യു പറയാണ്, ഞാൻ ചിന്തിച്ചു എന്താണ്, സൈമണ് നമ്മുടെ സ്കൂള് കൂടുതൽ ഇഷ്ടപ്പെടും എന്ന് പറയാണ്. ഇറ്റ് റിയലി ഈസ് എ ഗ്രേറ്റ് സ്കൂൾ. അത് ശരിക്കും ഒരു നല്ല സ്കൂളാണ്. അപ്പാർട്ട് ഫ്രം ജസ്റ്റ് വൺ തിങ്, എന്താണ്, നല്ല സ്കൂളാണ്, പക്ഷെ എന്താണ്, ഒരു കാര്യം മാത്രം, ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം എന്താണ്, എ ഗേൾ കോൾഡ് ഹെറ്റി, ഒരു പെൺകുട്ടിയുടെ പേരാണ് ഹെറ്റി. ഓക്കെ, ആ ഹെറ്റിനെ ഒഴിച്ച് ഈ സ്കൂള് സൈമൺ ഇഷ്ടപ്പെടുമെന്ന് മാത്യു പറയാണ്. ഓർ ഹൊറിബിൾ ഹെറ്റി, അല്ലെങ്കിൽ ഹെറ്റി അല്ലെങ്കിൽ അവള് എന്താണ് വിളിക്കുന്നത്, ഹൊറിബിൾ ഹെറ്റി എന്നാണ് വിളിക്കുന്നത്. ആസ് ഐ ലൈക്ക് ടു കോൾ ഹെർ, എന്നാണ് എനിക്ക് അവളെ വിളിക്കാൻ ഇഷ്ടം. ഹൊറിബിൾ ഹെറ്റി എന്നാണ് മാത്യുവിന് ഹെറ്റി എന്ന് പറയുന്ന പെൺകുട്ടീനെ വിളിക്കാൻ ഇഷ്ടം. ഓക്കെ, അതെന്തുകൊണ്ടാണ് മാത്യുവിന് ഹെറ്റിയെ ഹൊറിബിൾ ഹെറ്റി എന്ന് വിളിക്കാൻ ഇഷ്ടമെന്ന് നമുക്ക് നോക്കാം. Hetty was always pushing her way to the front of the queue at the lunch. അപ്പൊ എന്താണ്, ലഞ്ച് ടൈമില് ഇവരെല്ലാരും ക്യൂ നിന്നിട്ടാണ് ഭക്ഷണം വാങ്ങുന്നത്. അപ്പൊ ഈ ഹൊറിബിൾ ഹെറ്റി എന്ത് ചെയ്യും, പുഷ് ചെയ്യും എല്ലാവരെയും. ഓക്കെ, പുഷിങ് ഹെർ വേ, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ക്യൂ പാലിക്കാതെ അവള് മുന്നോട്ട് വരും. I am next, she didn't say when it was someone else's turn, and then she would make a horrible mean face. അപ്പൊ എന്താണ്, ഇപ്പം വേറെ കുറെ കുട്ടികൾ ഓൾറെഡി ക്യൂവിൽ നിൽക്കുമ്പോൾ ഇവൾ എന്ത് ചെയ്യും, ഇറ്റ്സ് മൈ വേ എന്ന് പറഞ്ഞാൽ ഐ ആം നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവൾ എന്ത് ചെയ്യും, ആ ക്യൂവിൽ നിൽക്കുന്ന ആരെയും നോക്കാതെ ഇവൾ അവരെയൊക്കെ തള്ളി മാറ്റിയിട്ട് ഇവൾ പോയിട്ട് ഫസ്റ്റ് നിന്നിട്ട് ഇവളുടെ ഭക്ഷണം വാങ്ങിയിട്ട് പോകും. അപ്പൊ ഇങ്ങനത്തെ ഒരുമാതിരി ഒരു എന്താ പറയാ, അത് നല്ലൊരു ബിഹേവിയർ അല്ല ഹെറ്റി ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് മാത്യു പറയുന്നത് ഹൊറിബിൾ ഹെറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹെറ്റിക്ക് നോർമൽ ആയിട്ട് എന്താണ്, ആ ക്യൂവിൽ എല്ലാവരും നിൽക്കുന്ന പോലെ വെയിറ്റ് ചെയ്ത് ഫുഡ് വാങ്ങിയിട്ട് പോകേണ്ട കാര്യമുള്ളൂ. പക്ഷെ എന്താ ചെയ്യുന്ന ഹെറ്റി എല്ലാരെയും അവർ ക്യൂവിൽ നിൽക്കുന്ന ആരെയും എന്താണ് റെസ്പെക്ട് ചെയ്യാതെ അവരെല്ലാം തട്ടി മാറ്റിയിട്ട് അവൾ ഫസ്റ്റ് പോയിട്ട് ഫുഡ് വാങ്ങിയിട്ട് അവൾ ഒരുമാതിരി ഫേസ് വെച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മാത്യു എന്ത് പറയുന്നത്, ഹൊറിബിൾ ഹെറ്റി എന്ന് പറയുന്ന ഇവരുടെ ക്ലാസ്സിലെ പെൺകുട്ടിയെ പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കിയാലോ. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്, നമുക്ക് നോക്കാം. What was the only thing which was bad about the school? ഓക്കെ, ആ സ്കൂളിനെ പറ്റി ബാഡ് ആയിട്ടുള്ള ഒറ്റൊരു കാര്യം എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒറ്റ സെന്റൻസിൽ എഴുതാം. ഇറ്റ് ഇസ് ദ ഗേൾ കോൾഡ് ഹെറ്റി. ഓക്കെ, അതാണ് ഒറ്റൊരു ബാഡ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ദ സ്കൂൾ വാസ് റിയലി ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സ്കൂള് ഏറ്റവും നല്ല സ്കൂളായിരുന്നു. അപ്പാർട്ട് ഫ്രം ജസ്റ്റ് വൺ തിങ്, പക്ഷെ എന്താണ്, ഒറ്റൊരു കാര്യത്തിൽ മാത്രം എന്താണ് ഒരു ബാഡ് തിങ് ഉണ്ട്. അതെന്താന്ന് നമുക്ക് നോക്കാം. എ ഗേൾ കോൾഡ് ഹെറ്റി, അല്ലെങ്കിൽ എന്താണ്, ഒരു പെൺകുട്ടി ഉണ്ട്, അവളെ ഒഴിച്ച് ബാക്കി സ്കൂൾ നല്ലതാണ്. ഹെറ്റി എന്തുകൊണ്ടാണ് ബാഡ് ആയിരുന്നത്? ഓക്കെ, ഹൊറിബിൾ ഹെറ്റി. ഹെറ്റി വാസ് ഓൾവേസ് പുഷിങ് ഹെർ വേ ഇൻ ടു ദ ഫ്രണ്ട് ഓഫ് ദ ക്യൂ അറ്റ് ലഞ്ച്. അപ്പൊ എന്താണ്, ക്യൂവിൽ നിൽക്കുന്ന ആരെയും റെസ്പെക്ട് ചെയ്യാതെ അവള് ഫസ്റ്റ് പോയിട്ട് ഫുഡ് വാങ്ങി അവൾ കഴിക്കും. അതാണ് പുഷ് ചെയ്ത് മറ്റുള്ളവരെല്ലാം തട്ടി മാറ്റും. ഐ ആം നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട്, ഞാനാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പുഷ് ചെയ്ത് മാറ്റിയിട്ട് ഹെറ്റി ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഒരു ഹൊറിബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഹെറ്റി കാണിക്കുമായിരുന്നു. ഈ ഹൊറിബിൾ ഹെറ്റിനെ ഒഴിച്ച് ബാക്കി സ്കൂൾ എന്ന് പറയുന്നത് ഏറ്റവും നല്ല സ്കൂളായിരുന്നു എന്നാണ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, അടുത്ത സെക്ഷൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡിഡ് മാത്യു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് കോൾ ഇത് ഗേൾ ഹൊറിബിൾ ഹെറ്റി? എന്തുകൊണ്ടാണ് ഹെറ്റി എന്ന് പറയുന്ന അവരുടെ ക്ലാസ്മേറ്റിനെ ഹൊറിബിൾ ഹെറ്റി എന്ന് മാത്യുവിന്റെ ഫ്രണ്ട്സും വിളിച്ചിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെയാണ് ആൻസർ ചെയ്യാം? ഹൊറിബിൾ ഹെറ്റി എന്താണ്, അവൾ മറ്റുള്ളവരെ ആരും ക്യൂവിൽ നിൽക്കുന്ന ആരെയും റെസ്പെക്ട് ചെയ്യാതെ അവളെല്ലാവരെയും പുഷ് ചെയ്ത് മാറ്റിയിട്ട് അവൾ ഫസ്റ്റ് പോയിട്ട് ഫുഡ് വാങ്ങിയിട്ട് ഒരുമാതിരി ഫേസ് വെച്ചുകൊണ്ടിരിക്കും. ഓക്കെ, മീൻ ഫേസ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം. അപ്പൊ എങ്ങനെ എഴുതാൻ നോക്കാം. മാത്യു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് കോൾ ദ ഗേൾ ഹൊറിബിൾ ഹെറ്റി because Hetty was always pushing her way to the front of the queue at the lunch. I am next. She didn't say when it was someone else's turn, and then she would make a horrible mean face. Okay,
അടുത്തത് എന്താ സംഭവിക്കുന്നത് നോക്കിയാലോ. Every day after we ate our lunch, my friends and I would go to the schoolyard and make new fun games to play. On Simon's first day, I asked him if he wanted to join in, but Simon seemed to like being on his own. അപ്പോൾ എന്താണ്, എവ്രി ഡേ ആഫ്റ്റർ വി എയ്റ്റ് ലഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ ദിവസവും ഭക്ഷണശേഷം മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ, ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ വുഡ് ഗോ ടു ദ സ്കൂൾ യാർഡ്, സ്കൂളിൻ്റെ മുറ്റത്ത് പോകും, ആൻഡ് മേക്ക് അപ്പ് ന്യൂ ഫൺ ഗെയിംസ് ടു പ്ലേ. എന്നിട്ട് അവിടെ ഇരുന്ന് ഇവർ ഓരോരോ പുതിയ പുതിയ കളികളൊക്കെ ഉണ്ടാക്കും. On Simon's first day, I asked him if he wanted to join in. അപ്പം എന്താണ്, സൈമൺ ഫസ്റ്റ് ദിവസം ക്ലാസ്സിൽ വന്ന സമയത്ത് മാത്യു എന്ത് ചെയ്തു, സൈമണിന് ലഞ്ച് കഴിഞ്ഞ് ഇവർ ലഞ്ച് കഴിഞ്ഞ ശേഷം സ്കൂൾ മുറ്റത്ത് പുതിയ പുതിയ ഗെയിംസ് കളിക്കുന്ന നേരത്ത് സൈമണിനെയും കൂടെ ഇൻവൈറ്റ് ചെയ്തു. ഓക്കെ, ജോയിൻ ചെയ്യാൻ വിളിച്ചു. ബട്ട് സൈമൺ സീം ടു ലൈക്ക് ബീയിങ് ഹിസ് ഓൺ. പക്ഷെ സൈമണിന് ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവന് ഇഷ്ടം. ഇതേപോലെ സോഷ്യലൈസ് ചെയ്ത് എല്ലാ കുട്ടികളുടെയും കൂടെ മിങ്കിൾ ചെയ്ത് കളിക്കാൻ അവന് താല്പര്യമുണ്ടായിരുന്നില്ല. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്, സൈമണിന്റെ ഒരു ബിഹേവിയർ ആണ്. എല്ലാവരുടെയും കൂടി ഒരുമിച്ച് കളിക്കാൻ സോഷ്യലൈസ് ചെയ്യാൻ താല്പര്യമില്ലാത്തത് ഒരു ബിഹേവിയർ ആണ്. As time went, I noticed how Simon acted a little differently from other boys and girls in the class. As time went by എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെ സമയം പോയിക്കൊണ്ടിരുന്നു, ഇവൻ ജോയിൻ ചെയ്തു, ഓരോരോ ദിവസങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. I noticed how Simon acted a little differently from the other boys and girls in the class. അപ്പോൾ സൈമൺ എങ്ങനെയായിരുന്നു, അവൻ്റെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ബാക്കി നോർമൽ ഗേൾസും ബോയ്സും ബിഹേവിയർ ചെയ്യുന്നതിനെയും കാട്ടി കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു, ലിറ്റിൽ ഡിഫറെൻറ്റ്. ഓക്കെ, sometimes he would get upset about something small like someone bumping into him by accident. ഓക്കെ, അപ്പം അവൻ എന്താണ്, പെട്ടെന്ന് തന്നെ അപ്സെറ്റ് ആവുക. അപ്സെറ്റ് എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ട് മൂകതയായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. എന്താണ്, ആരെങ്കിലും ക്ലാസ് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് ആരെങ്കിലും ഇവന്റെ മേത്തേക്ക് വീഴുന്നു, ആക്സിഡന്റലി വീഴുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യുന്ന സമയത്ത് അവൻ പെട്ടെന്ന് അപ്സെറ്റ് ആയി പോവുക. ഓക്കെ, നോ വൺ കുഡ് അണ്ടർസ്റ്റാൻഡ് വൈ ഓർ ഈവൻ വാട്ട് ഹി വാസ് അപ്സെറ്റ് അബൌട്ട്. അപ്പൊ എന്താണ്, ക്ലാസ്സിലുള്ള ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും കൂടിയില്ല എന്താണ് ഇവൻ എന്തിനാണ് അപ്സെറ്റ് ആയതെന്നും കൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാവാറില്ല. Simon always liked to arrange the books and pencils on his desk in the same way every day. അപ്പോൾ എന്താണ്, സൈമൺ എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ബുക്സും പെൻസിൽ ബോക്സും അവൻ്റെ സാധനങ്ങളൊക്കെ എന്താണ് അവൻ്റെ ടേബിളിൽ ഒരു രീതിയിലാണ് അവൻ അറേഞ്ച് ചെയ്ത് വെക്കുക. ആ രീതിയിൽ അവൻ എല്ലാ ദിവസവും അറേഞ്ച് ചെയ്ത് വെക്കും. ഓക്കെ, അത് അവൻ്റെ ഒരു ക്യാരക്ടറാണ്. He didn't like it very much when anything changed at all. സൈമൺ എന്താണ്, ആ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഇതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുന്നത് സൈമണിനൊട്ടും താല്പര്യമില്ല, സൈമണിനൊട്ടും ഇഷ്ടമല്ല. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് സംതിങ് അൺയൂഷ്വൽ അബൌട്ട് സൈമൺ ദാറ്റ് മാത്യു നോട്ടീസ്ഡ്. അപ്പം എന്താണ്, മാത്യു നോട്ടീസ് ചെയ്ത ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള സൈമണിന്റെ ഒരു ബിഹേവിയർ, അതെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. The unusual thing about Simon that noticed by Matthew was he acted like little differently from the other boys and girls in the class. മാത്യുവിൻ്റെ ക്ലാസ്സിലുള്ള മറ്റു ഗേൾസും ബോയ്സും ബിഹേവ് ചെയ്യുന്ന രീതിനെയും കാട്ടി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ആര് ആക്ട് ചെയ്തത്, സൈമൺ ആക്ട് ചെയ്തത്. Sometimes he would get upset about something small like someone bumping into him by accident. അപ്പം അറിയാതെ ആരെങ്കിലും അവനെ തട്ടുകയോ അല്ലെങ്കിൽ അവൻ്റെ മേത്ത് വീഴുകയോ അറിയാതെ ആയിട്ടുണ്ടെങ്കിൽ പോലും അവനെന്താവും, അപ്സെറ്റ് ആവും. No one could understand why or even what he was upset about. എന്താണ്, മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല ഇവ എന്തുകൊണ്ടാണ് അപ്സെറ്റ് ആയെന്നും കൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാറില്ലായിരുന്നു. ഓക്കെ, Sometimes he would get upset about things like the school bell ringing
or having to move his seat. ഓക്കെ, അപ്പൊ എന്താണ്, ചില സമയത്ത് അവന് ചില കാര്യങ്ങൾ ഒട്ടും ഇഷ്ടമല്ല. അതിലൊരു കാര്യം എന്താണ്, മറ്റുള്ളവർ അവനെ തട്ടുകയോ ആക്സിഡന്റലി അവന്റെ മേത്തേക്ക് വീഴുകയൊക്കെ ചെയ്യണേ അവന് ഇഷ്ടമല്ല. അതേപോലെ അവന്റെ ടേബിളിൽ അറേഞ്ച് ചെയ്ത ബുക്സ് പ്രോപ്പറായിട്ട് അതേ രീതിയിൽ എല്ലാ ദിവസവും ഇല്ലെങ്കിലും അവന് അപ്സെറ്റ് ആവും. പിന്നെന്താണ്, സ്കൂൾ ബെല്ല് റിങ് ചെയ്യുന്നത് ചില സമയത്ത് അവന് അപ്സെറ്റ് ആണ്. അല്ലെങ്കിൽ എന്താണ്, ചില സമയത്ത് നമ്മൾ ക്ലാസ് റൂമിൽ സീറ്റ് റൊട്ടേഷൻ വെക്കും. ഫസ്റ്റ് ബെഞ്ചുള്ളവര് ലാസ്റ്റ് ബെഞ്ചിൽ പോകണം, അങ്ങനെ സീറ്റ് റൊട്ടേഷൻ ഉണ്ടാവില്ലേ. അങ്ങനെ സീറ്റ് റൊട്ടേഷൻ ചെയ്യുന്നത് ആർക്ക് ഇഷ്ടമല്ല, സൈമണിന് ഇഷ്ടമല്ലായിരുന്നു. ബിക്കോസ് സൈമൺ വാസ് ലിറ്റിൽ ഡിഫറെന്റ് ഫ്രം മൈ അതർ ഫ്രണ്ട്സ്. അപ്പൊ എന്താണ്, മാത്യുവിന്റെ മറ്റു ഫ്രണ്ട്സിനെയും കാട്ടി ഡിഫറെന്റ് ആയിരുന്നു ആര്, സൈമൺ. I soon stopped asking him to take part in the games. അത് കഴിഞ്ഞപ്പം മാത്യുവിന് മനസ്സിലാവാൻ തുടങ്ങി. അപ്പൊ മാത്യു എന്ത് ചെയ്തു, അവനെ കളിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതൊക്കെ അവൻ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. Sometimes I got annoyed if the teacher tried to get him to join in. അപ്പൊ എന്താണ്, അപ്പൊ മാത്യുവിന് സംടൈംസ് എന്താണ്, ദേഷ്യം വരും ചില സമയങ്ങളിൽ. എന്താണ്, ടീച്ചർ അവനെ സൈമണിനെ നിർബന്ധിച്ച് ഗെയിംസിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കും. അങ്ങനെ നിർബന്ധിക്കുന്ന കാണുമ്പോൾ മാത്യുവിനത് വിഷമവും ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു. I just wasn't sure if I wanted to have a friend like Simon. അപ്പൊ എന്താണ്, മാത്യുവിന് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് അവനെ എൻ്റെ ഫ്രണ്ട് ആക്കണോ വേണ്ടിയോ എന്ന് തീരുമാനം എടുക്കാൻ വരെ എന്തായിരുന്നു, ഒരു എനിക്ക് അവന്, ഇപ്പം നമുക്കൊരു ഫ്രണ്ടിനെ വേണമെങ്കിൽ ആ ഫ്രണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കുകയും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് എന്താണ് ഒരാളെ നമുക്ക് ഫ്രണ്ടായിട്ട് കീപ്പ് ചെയ്യാൻ ഇഷ്ടം. ഓക്കെ, പക്ഷേ ഈ സൈമന്റെ ബിഹേവിയർ കണ്ടിട്ട് മാത്യുവിന് ഇവന് എനിക്ക് ഫ്രണ്ടായിട്ട് വേണോ വേണ്ടയോ എന്നുള്ളൊരു ഷുവറിറ്റി ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതാണ് ഈ സെന്റൻസിൽ പറയുന്നത്. ഓക്കെ, then the time for the big school trip to the fun fair came. അപ്പൊ എന്താണ്, അവിടെ ഒരു വലിയൊരു ഫെസ്റ്റ്, മേള നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. All the boys and the girls had to pair up and find someone to sit with on the bus. അപ്പൊ എന്താണ്, ക്ലാസ്സിൽ എന്താണ് ഓരോരോ പെയർ ആയിട്ടാണ് ഈ ഫെയറിന് അല്ലെങ്കിൽ ഈ മേളയ്ക്ക് പോകുന്നത്. അപ്പൊ എന്താണ്, ഓരോരുത്തരും അവരവരുടെ പെയറിനെ കണ്ടുപിടിച്ചിട്ട് അവരുടെ കൂടെ ആയിരിക്കണം എപ്പോഴും ബസ്സിലിരിക്കേണ്ടത്. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കേണ്ട സമയമായി. Why don't you and Simon pair together? asked our teacher. അപ്പൊ ഇവരുടെ ടീച്ചർ ചോദിച്ചു, നീയും മാത്യു സൈമണും പെയർ ആയിക്കൂടെ എന്ന് മാത്യുവിനോട് ടീച്ചർ ചോദിച്ചു. So Simon and I sat together on the way to the fun fair. അപ്പൊ എന്താണ്, ആ മേള അല്ലെങ്കിൽ ഫെസ്റ്റിലേക്ക് പോകാൻ വേണ്ടി ബസ്സിൽ സൈമണും മാത്യുവും ഒരുമിച്ചാണ് ഇരുന്നത്. സൈമൺ took out his sandwiches. അപ്പൊ സൈമൺ എന്ത് ചെയ്തു, ട്രിപ്പ് പോകുന്ന കാരണം വീട്ടിൽ നിന്ന് സാൻഡ്വിച്ചസ് കൊണ്ടുവന്നിരുന്നു. അപ്പൊ സാൻഡ്വിച്ചസ് പുറത്തെടുത്തു. ഡു യു ലൈക്ക് സാൻഡ്വിച്ചസ്, ഐ ആസ്ക്ഡ് ഹിം. ഇവിടെ ഐ എന്ന് പറയുന്ന മാത്യു ആണ്. അപ്പൊ മാത്യു സൈമണോട് ചോദിച്ചു, നിനക്ക് സാൻഡ്വിച്ചസ് ഇഷ്ടമാണോ? ഡു യു ലൈക്ക് സാൻഡ്വിച്ചസ്, I repeated, and then he handed me his lunch box to share them with me. Okay, അപ്പൊ എന്താണ്, സാൻഡ്വിച്ച് നിനക്ക് ഇഷ്ടമാണോ, എന്ന് റിപ്പീറ്റഡ് ആയിട്ട് മാത്യു സൈമണോട് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, സൈമൺ അവന്റെ ലഞ്ച് ബോക്സ് എന്ത് ചെയ്തു, മാത്യുവിന് കൊടുത്തിട്ട് അവർ രണ്ടുപേരും ഷെയർ ചെയ്തു. താങ്ക്സ് സൈമൺ. അപ്പൊ മാത്യു പറഞ്ഞു, താങ്ക് യു സൈമൺ. I said, but Simon was busy looking out of the window. അപ്പൊ എന്താണ്, മാത്യു സൈമണോട് താങ്ക്സ് പറഞ്ഞു, പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ സൈമൺ എന്താണ്, ബസിന്റെ ജനലിന്റെ പുറത്തുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് പ്രോബ്ലം ഡിഡ് സൈമൺ ഹാവ് അബൌട്ട് സിറ്റിംഗ് ഇൻ ദ ക്ലാസ് റൂം? സംടൈംസ് എന്താണ്, സൈമണിന് ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന്. Sometimes Simon would get upset about things like the school bell ringing or having to move from his seat because Simon was little different from my other friends. എന്ന് മാത്യു പറയാണ്. എന്താണ്, അവന് സ്കൂൾ ബെല്ല് റിങ് ചെയ്യുന്നത് ഒരു ഇറിറ്റേഷൻ പോലെയാണ്. അതേപോലെ സീറ്റ് ചേഞ്ച് ചെയ്തിരിക്കുന്നതും അവന് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ആർക്ക്, സൈമണിന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിഡ് സൈമൺ ഡു വെൻ ഹെറ്റി tried to push her way to the front of the ice cream cube? അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നമ്മൾ അടുത്തൊരു പോർഷനും കൂടെ കഴിയുമ്പോഴാണ് ഈ ആൻസറിലേക്ക് എത്തുക. ഓക്കെ, നമുക്ക് നോക്കാം അടുത്ത പോർഷൻ.
Later that day, while Simon and I were waiting in the queue for our ice cream. എന്താണ്? അപ്പം നമ്മൾ ഇവരെവിടെയാ പോയിരിക്കുന്നത്? ഫൺ ഫെയറിന് ബസ്സിൽ ഒരു ട്രിപ്പ് പോയിരിക്കുകയാണ്. അപ്പം എന്താണ്? Later the day, while Simon and I were waiting in the queue for our ice cream. അപ്പം എന്താണ്? ക്യൂവിൽ നിൽക്കുകയാണ് സൈമണും മാത്യുവും ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിയിട്ട്. Horrible Hetty marched over to the ice cream van. അപ്പം എന്താണ്? അങ്ങോട്ടേക്ക് ആര് വന്നു? നമ്മുടെ ഹൊറിബിൾ ഹിറ്റി വന്നു. I am next, she said in a mean voice. അപ്പം എന്താണ്? ഇവർ ഓൾറെഡി ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി മാത്യു സൈമനും ക്യൂ നിൽക്കുവാണ്. അപ്പം അതിന് ഇടിച്ചു കയറിയിട്ട് ആര് വന്നു? ഹൊറിബിൾ ഹെക്റ്റി വന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? I am next എന്ന് ഹെക്റ്റി പറഞ്ഞു. She started pushing her way in front of us to the top of the queue. എന്താണ്? ഇവരെയൊക്കെ തട്ടി മാറ്റിയിട്ട് ക്യൂവിന്റെ ഫ്രണ്ടിലേക്ക് എത്താൻ വേണ്ടി ആര് ട്രൈ ചെയ്തു? ഹെക്റ്റി ട്രൈ ചെയ്തു. Simon suddenly shouted, "No!" അപ്പൊ സൈമന്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു ബിഹേവിയർ മാത്യു ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. സൈമൺ പെട്ടെന്ന് എന്ത് പറഞ്ഞു? നോ എന്ന് ഒച്ചത്തിൽ പറഞ്ഞു, വെരി ലൗഡ്ലി. ഹെക്റ്റി got such a fright. എന്താണ്? ഹെക്റ്റി അവൻ ഒച്ചത്തിൽ നോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹെക്റ്റി പേടിച്ചു പോയി. Her pigtails flew up in the air. പിഗ്ടെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോണി ടെയിൽ പോലെയാണ് ഹെക്റ്റി മുടി കെട്ടിയേക്കുന്ന മേലെ. അപ്പം ഈ ഒച്ചത്തിൽ നോ എന്ന് പറയുന്നത് കേട്ടിട്ട് അവളുടെ പിഗ്ടെയിൽ പോലും വായുവിൽ പറന്നു എന്നാണ് പറയുന്നത്. She quickly turned around and ran off. അതെന്താണ്? അപ്പൊ ഇവള് സൈമൺ ഒച്ചത്തില് നോ എന്ന് പറയുന്നത് കേട്ടിട്ട് ഹെക്റ്റി പേടിച്ചിട്ട് തിരിഞ്ഞു ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. എന്താണ്? സൈമന്റെ ഇതേപോലത്തെ ഒച്ച കേട്ടിട്ട് ഹെക്റ്റി ഓടിപ്പോയ കാര്യം. അപ്പം ഇവിടെയാണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. Thanks, Simon, I said. Thanks, Simon. He repeated, looking up at the lights of the big Ferris wheel. അപ്പൊ എന്താണ്? താങ്ക്സ് സൈമൺ, ഐ സെഡ്. മാത്യു പറഞ്ഞു താങ്ക്സ് സൈമൺ എന്ന് പറഞ്ഞു. എന്താണ്? ഹെക്റ്റിനെ പേടിപ്പിച്ച് ഓടിച്ചതിന് താങ്ക്സ് സൈമൺ എന്ന് ആര് പറഞ്ഞു? മാത്യു പറഞ്ഞു. ലുക്കിംഗ് അറ്റ് ദ ലൈറ്റ്സ് ഓഫ് ദ ബിഗ് ഫെറിസ് വീൽ. അപ്പൊ അവിടെ എന്താണ്? വലിയൊരു വീലുണ്ട്, കാർട്ട് വീല് പോലത്തെ വലിയൊരു വീലുണ്ട്. ആ വീലിൽ കയറിയിട്ട് നമുക്ക് റൗണ്ട് അപ്പ് ചെയ്യാനൊക്കെ പറ്റും. ആ വീല് നോക്കിക്കൊണ്ട് താങ്ക്സ് സൈമൺ എന്ന് ആര് പറഞ്ഞു? മാത്യു പറഞ്ഞു. After that, I always asked Simon if he wanted to have lunch with me. അത് കഴിഞ്ഞിട്ട് എപ്പോഴും മാത്യു എന്ത് ചെയ്യും? സൈമനോട് ചോദിക്കും, നിനക്ക് എൻ്റെ കൂടെ ലഞ്ച് കഴിക്കണോ എന്ന് ചോദിക്കും. ഓർ പ്ലേ എ ഗെയിം ഡ്യൂറിങ് ദ ബ്രേക്ക് ടൈം. ബ്രേക്ക് ടൈമിൽ എൻ്റെ കൂടെ നിനക്ക് ഗെയിം കളിക്കണോ എന്നൊക്കെ മാത്യു സൈമനോട് ചോദിക്കും. സം ഡേയ്സ് ഹി വുഡ് ജോയിൻ ഇൻ. അപ്പൊ എന്താ? ചില ദിവസങ്ങളിൽ സൈമൺ മാത്യുവിൻ്റെ കൂടെ ലഞ്ച് കഴിക്കാനും ഗെയിംസ് കളിക്കാനും കൂടെ കൂടും. ബട്ട് അതർ ഡേയ്സ് ഹി ജസ്റ്റ് വാണ്ടഡ് ടു ബി ഓൺ ഹിസ് ഓൺ. പക്ഷെ എന്താണ്? ചില ദിവസങ്ങളിൽ അവന് ഒറ്റയ്ക്കിരിക്കാനാണ് ആഗ്രഹം. ദാറ്റ്സ് ഓക്കെ ടു. അതും എനിക്ക് ഓക്കെ ആണ്. ഓക്കെ എന്ന് മാത്യു പറയാണ്. ദാറ്റ്സ് ഓക്കെ ടു. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡിഡ് ദ ഒപ്പീനിയൻ ഓഫ് അതർ സ്റ്റുഡൻസ് അബൌട്ട് ഇത് ചേഞ്ച് അബൌട്ട് സൈമൺസ് ചേഞ്ച്? അപ്പൊ എന്താണ്? അവിടെയുള്ള കുട്ടികളുടെ എന്താണ് അഭിപ്രായം എന്താണ്? ഒപ്പീനിയൻ, സൈമന്റെ മാറ്റത്തെ കുറിച്ച് മറ്റുള്ള കുട്ടികളുടെ ഒപ്പീനിയൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. The opinion of other students about Simon was he sometimes acted a little different from us. എന്താണ് അവരുടെയൊക്കെ ഒപ്പീനിയൻ? നമ്മളെല്ലാവരും ബിഹേവ് ചെയ്യുന്നതിനെക്കാട്ടി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് സൈമൺ ബിഹേവ് ചെയ്യുക. He didn't have a lot to say. അവന് കുറേ കാര്യങ്ങളൊന്നും നമ്മളിങ്ങനെ കുറേ ബ്ലാ എന്ന് പറയുന്ന പോലെ സൈമൺ അങ്ങനെ ബ്ലാ എന്ന് പറയാനില്ലായിരുന്നു. But he was just the same as everyone else in our school. പക്ഷെ എന്താണ്? മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ സെയിം തന്നെയായിരുന്നു ആര്? സൈമണും. We learned a big lesson from Simon. അപ്പൊ സൈമണിൽ നിന്ന് ഇവര് ബിഗ് ലെസൺ എന്താണ് ലേൺ ചെയ്തു എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? ബാക്കി എല്ലാവരും ഭയങ്കര സോഷ്യലൈസ്ഡ് ആയിട്ടും മറ്റുള്ളവരുടെയൊക്കെ അറ്റാച്ച് ആയിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഹൊറിബിൾ ഹെക്റ്റിന്റെ കേസ് വന്ന സമയത്ത് ഇവരാരും ഹൊറിബിൾ ഹെക്റ്റിനോട് ഒരിക്കലും നോ എന്ന് പറഞ്ഞ് അവളെ എന്താണ് ആ ഒരു ബിഹേവിയർ
അവളിൽ നിന്ന് മാറ്റുന്ന രീതിയിൽ ആരും അവൾക്കൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ഹൊറിബിൾ ഹെക്ടി നിന്റെ ഇങ്ങനത്തെ ക്യൂവിൽ നിൽക്കുന്ന സ്വഭാവം നല്ലതല്ല എന്ന് ആർക്കും പറയാനോ അവളെ മാറ്റാനോ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സൈമൺ അവളുടെ ആ ബിഹേവിയറിനെ എന്താണ് ഐസ്ക്രീം ഷോപ്പിൽ വെച്ചിട്ട് ഐ ആം നെക്സ്റ്റ് എന്ന് ഹൊറിബിൾ ഹെക്ടി പറഞ്ഞു വന്നപ്പോൾ നോ എന്ന് പറഞ്ഞ് എന്താണ് ആ ബിഹേവിയറിനെ തടഞ്ഞ് അപ്പോൾ എന്ത് ചെയ്തു, അവൾ അത് ഐസ്ക്രീം വാങ്ങാതെ തിരിഞ്ഞു പോയി. അപ്പോൾ അവൾ എന്താണ് അവള് ഒന്ന് ചിന്തിക്കും, ഞാൻ ചെയ്തത് തെറ്റായതുകൊണ്ടായിരിക്കും സൈമൺ എന്നോട് അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പം ഇങ്ങനത്തെ ഒരു കാര്യം സൈമണിനാണ് അവിടെ എന്ത് ചെയ്യാൻ പറ്റിയത്, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ ആ ഹൊറിബിൾ ഹെക്ടിന്റെ ആ ഒരു സ്വഭാവത്തെ മാറ്റാൻ പറ്റിയത്. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്താണ് ക്ലാസ്സിലുള്ള ഗേൾസും ബോയ്സും ഒക്കെ പഠിക്കാൻ സാധിച്ചു എന്നാണ് ഉത്തരം വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, അടുത്ത പോർഷൻ നോക്കാം. The other boys and girls in the schools soon learned to understand Simon better. എന്താണ് കുറച്ച് കഴിഞ്ഞപ്പം ബാക്കി ബോയ്സും ഗേൾസും ഒക്കെ എന്താണ് സൈമണിനെ കുറച്ചും കൂടെ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. Sometimes Simon acted a little different from us. ചില സമയങ്ങളിൽ എന്താണ് സൈമൺ കുറച്ച് ഡിഫറെന്റ് ആയിട്ടായിരുന്നു ആക്ട് ചെയ്തത്. He didn't have a lot to say. അവൻ എന്താണ് കുറെ കാര്യങ്ങളൊന്നും ബ്ലാ 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 എന്നിങ്ങനെ ഫ്രണ്ട്സ് പറയുന്ന പോലെ പറയാനുണ്ടായിരുന്നില്ല. But he was just the same as everyone else in our school. പക്ഷെ എന്താണ് ബാക്കി എല്ലാവരെയും പോലെ നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു സൈമൺ. We learned a big lesson from Simon. ഞങ്ങൾ എല്ലാവരും സൈമണിൽ നിന്നൊരു ബിഗ് ലെസൺ ലേൺ ചെയ്തു. Only horrible hecti would leave out someone's because they were different from us. എന്താണ് സൈമൺ അതേപോലെ എന്താണ് ഹൊറിബിൾ ഹെക്ടിനോട് നോ എന്ന് റിയാക്ട് ചെയ്തുകൊണ്ടാണ് ഹൊറിബിൾ ഹെക്ടി നന്നായത്. ഓക്കെ, അങ്ങനെ ബിഹേവ് ചെയ്യാൻ വേറൊരു കുട്ടികൾക്കും എന്താണ് കുറെ ബോയ്സും ഗേൾസും ഒക്കെ ആ സ്കൂളിൽ ഉണ്ടായിരുന്നെങ്കിലും ഹൊറിബിൾ ഹെക്ടിനോട് നോ എന്ന് പറയാനുള്ള ധൈര്യം സൈമൺ മാത്രമേ കാണിച്ചിരുന്നുള്ളൂ. Simon always showed me just how great it was to have a friend like him. അപ്പൊ എന്താണ് സൈമൺ മാത്യുവിന് എന്താണ് അവന്റെ ലൈഫിൽ കാണിച്ചു കൊടുത്തതാണ്, എന്താണ് സൈമണെ പോലെ ഒരു നല്ലൊരു ഫ്രണ്ടിനെ അവന്റെ ലൈഫിലേക്ക് എന്താണ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല എന്താണ് സ്വീകരിക്കണം എന്നുള്ള ഒരു എന്നുള്ളൊരു ചിന്ത മാത്യുവിലേക്ക് കൊണ്ടുവന്നത് സൈമൺ ആണ്. ഓക്കെ, സൈമൺ ഓൾവേസ് ഷോഡ് മീ ജസ്റ്റ് ഹൗ ഗ്രേറ്റ് ഇറ്റ് ഇസ് ടു ഹാവ് എ ഫ്രണ്ട് ലൈക്ക് ഹിം. സൈമണെ പോലെ ഒരു ഫ്രണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രണ്ട് ആണെന്ന് കാണിച്ചു കൊടുത്തത് സൈമൺ ആണ്. ഡു യു ഹാവ് എ ഫ്രണ്ട് ലൈക്ക് സൈമൺ? നിങ്ങൾക്ക് സൈമണെ പോലെ ഒരു ഫ്രണ്ട് നിങ്ങളുടെ സ്കൂളിലുണ്ടോ എന്ന് കൂട്ടുകാരോട് ചോദിക്കുകയാണ് മാത്യു. വൈ ഡോണ്ട് യു ടെൽ മീ യുവർ സ്റ്റോറി? നിങ്ങൾക്കും അതേപോലെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റോറി എന്തുകൊണ്ട് നമ്മളോടും ഷെയർ ചെയ്തൂടെ എന്നാണ് ഫ്രണ്ട്സിനോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് ഈ സ്റ്റോറി എ ഫ്രണ്ട് ലൈക്ക് സൈമൺ എന്ന് പറയുന്ന സ്റ്റോറിയിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സമ്മറി ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും നമുക്ക് നോക്കാം. എന്താണ് ഇപ്പം നമുക്ക് നല്ല ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ നല്ല ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയും അല്ലെങ്കിൽ വേണ്ട കാര്യത്തിന് മാത്രം റിയാക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ഹൊറിബിൾ ഹെക്ടി എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ അങ്ങനത്തെ ഒരു ബിഹേവിയർ കാണിക്കുന്ന സമയത്ത് വേറെ ആർക്കും ഇതുവരെ ധൈര്യം ഉണ്ടായിരുന്നില്ല. നോ, നിങ്ങൾ ക്യൂ നിൽക്കണം എന്നുള്ള രീതിയിൽ ഹൊറിബിൾ ഹെക്ടിനോട് പറയാനുള്ള ധൈര്യമോ അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഹൊറിബിൾ ഹെക്ടി കാണിക്കുന്ന ആ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് നല്ല ബിഹേവിയർ അല്ല. അപ്പൊ സൈമണ് മാത്രമാണ് ആ ഒരു ബിഹേവിയർ അവളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അതേപോലത്തെ ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നാണ് ഈ സ്റ്റോറിയിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കൂട്ടുകാർക്ക് ഈ സ്റ്റോറി ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഈ സ്റ്റോറിയും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.